നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ഈ എളിയ ബാച്ചിലറുടെ കിച്ചണിലേക്ക് സ്വാഗതം. മഴത്തുള്ളികൾ ജാലകം തീർക്കുന്ന മായലോകം പോലെ ഒരു കേരളീയ സായാഹ്നം. ഇന്ന് നമ്മൾ അത്ഭുത വിഭവമായ എല്ലും കപ്പയും അഥവാ ഏഷ്യയുടെ അഥവാ കപ്പ ബിരിയാണി എന്നതിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1982 ടീ ഷോപ്പുകൾ കായിക മത്സരങ്ങൾ കാണുമ്പോൾ കണ്ടുപിടിച്ച ഈ വിഭവം ഏഷ്യയുടെ എന്ന മാന്ത്രിക നാമത്തിൽ നമ്മുടെ നാവിൽ ജീവിക്കുന്നു. നമ്മുടെ മാന്ത്രിക കുതിപ്പനായുള്ള ചേരുവകൾ: എല്ലുകളിൽ അടങ്ങിയ രാജകീയ ബീഫ്, ഭൂമിയുടെ വരദാനമായ കപ്പ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മസാലപ്പൊടികൾ, കറിവേപ്പില, കൊത്തമല്ലി, സൂര്യരശ്മി പോലെ തിളങ്ങുന്ന സൺഫ്ലവർ ഓയിൽ, ചെറുകിയ തേങ്ങ. മാന്ത്രിക പാചകത്തിലേക്ക് കടക്കാം. പ്രഷർ കുക്കറിൽ എല്ലുള്ള ബീഫ് മസാലകളുടെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലുകളിൽ നിന്ന് അമൃതധാരകൾ പുറത്തേക്ക് ഒഴുകി അതിശയകരമായ രുചികൾ സൃഷ്ടിക്കും. കപ്പ, ഭൂമിയുടെ ശക്തിയിൽ നിന്നുള്ള അത്ഭുതം. വലിയ രാജകീയ ഖണ്ഡങ്ങളായി മുറിച്ച് ഒപ്പം മഞ്ഞളും നിറഞ്ഞ വെള്ളത്തിൽ പുതിയ ജന്മത്തിനായവ തയ്യാറാക്കി. യോദ്ധാവിനെ പോലെ മൃദുവും ശക്തവുമായി അഗ്നിയുടെ നൃത്തം അണിഞ്ഞ് ചട്ടിയിൽ നാട്ടെണ്ണയുടെ സുവർണ പ്രവാഹത്തിൽ കറിവേപ്പില നൃത്തം ചെയ്യും. സവാള സ്വർണ്ണ നിറമാകുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ അഗ്നിയിൽ നൃത്തം ചെയ്യും. ഇനിയാണ് ആ മഹാസംഗമം. വേവിച്ച ബീഫും അതിൻ്റെ അമൃതരസവും മസാലകളുടെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. കപ്പ ചേരുമ്പോൾ അതിശയകരമായ രസായനം സംഭവിക്കുന്നു. കപ്പ ബീഫിൻ്റെ എല്ലാ രുചികളും സ്വന്തമാക്കുന്നു. അവസാനമായി കൊത്തമല്ലിയുടെ ഊഴമാണ്. പച്ച വിസ്മയം, കുരുമുളകിൻ്റെ കരിനക്ഷത്രങ്ങൾ, നെയ്യിൻ്റെ സ്വർണ്ണത്തുള്ളികൾ, മുളക് പൊടിയുടെ ചുവന്ന പൊടി എന്നിവ ചേർത്ത് മന്ത്രം പൂർത്തിയാക്കുന്നു. ഇനിയാണ് ഏറ്റവും വലിയ പൊടിക്ക്. ചിരകിയ തേങ്ങ ഒരു ചെറിയ പാനിൽ കടുക് പൊട്ടിച്ച് ആവശ്യത്തിനനുസരിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ബ്രൗൺ നിറകാവുന്നവരെ വഴറ്റിയെടുക്കുക. ഇനി അവ കൂടി നമ്മുടെ മഹാസംഗമത്തിലേക്ക് ചേർന്ന് പറ്റി. ഇതാ നമ്മുടെ രുചികളുടെ ആ അത്ഭുത വിരുന്ന് തയ്യാറായി. മഴത്തുള്ളികൾ ജാലകത്തിൽ ചിത്രം വരയ്ക്കുന്നു. ചൂട് ചായക്കൊപ്പം എല്ലും കപ്പയും ആസ്വദിക്കുക. നിങ്ങൾ കേരളത്തിൻ്റെ മാന്ത്രിക രാജ്യത്തിൽ വിരുന്നുകാരനാണ്. ഓരോ കവളത്തിലും അത്ഭുത രുചികളുടെ നാടകം. കേരളത്തിൻ്റെ മാന്ത്രിക ഏഷ്യ നിങ്ങളും അനുഭവിച്ചത്. നന്ദി, നമസ്കാരം.